11-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വചനം, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം, അത് പരിശീലിക്കുന്നവർ വിവേകികളാകും, അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ എന്താണ് ജ്ഞാനത്തിന്റെ ആരംഭം? ദൈവഭക്തി. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നത് 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. എന്നിട്ട് പറയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ തരത്തിലും വിലയുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ നാളുകളിൽ എന്താണ് ആവശ്യം? ഈ നാളുകളിൽ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവർക്കും, അത് വൈദികരായിക്കോട്ടെ, അത് സന്യസ്തരായിക്കോട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരായിക്കോട്ടെ, ഏകസ ജീവിതം നയിക്കുന്നവരാകട്ടെ, ഒരു യുവാവോ യുവതിയോ വിദ്യാർത്ഥികളോ ആരും ആയിക്കോട്ടെ, അവർക്ക് അനിവാര്യമായിരിക്കുന്ന ഒന്ന് വിവേകമാണ്. വിവേകം. പ്രിയപ്പെട്ടവർ, നമ്മുടെ അവിവേകം മൂലം ഒരുപാട് തരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. വേണ്ടത്ര വിവേകമില്ലായ്മ. നമ്മൾ സാറിന് പറയും ഒരു പക്വതയില്ല, അല്ലേ? എന്താണ് ഈ പക്വതയില്ലെന്ന് പറഞ്ഞാൽ? ഒരു ദൈവിക ജ്ഞാനമില്ല, ഒരു യഥാർത്ഥ ജീവിത ദർശനമില്ല. അപ്പൊ നമുക്കത് വേണ്ടേ? അത് വേണം. ഈ നാളുകളിൽ വെറുതെ ഇങ്ങനെ കുറെ വചനം കേട്ടത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ലെന്നേ. അങ്ങനെ എത്ര നാളായിട്ട് നമ്മൾ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? നമുക്ക് വിവേകം വേണം. ഈ വിവേകത്തിന്റെ അടിസ്ഥാനം എവിടെയാണ് കിടക്കുന്നത്? അത് ദൈവഭക്തിയിലാണ്. ഇപ്പോ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞ് ദൈവവചനത്തിന്റെ ഒരു പ്രകാശം നമ്മളിലേക്ക് നിറയും. അത് വിവേകത്തോടെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ ഉണർത്തും. അപ്പൊ അതുകൊണ്ട് നല്ല തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ല തീക്ഷ്ണതയോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ശക്തി പകർന്നിടണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയും. ദൈവമക്കളെ, നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകളടച്ച് നല്ല തീക്ഷ്ണതയോടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി ഈ കാലഘട്ടങ്ങളിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ മുന്നേറുവാനായിട്ടുള്ള ഒരു ദൈവിക പ്രകാശം നൽകണമേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും നല്ല തീക്ഷ്ണതയോടെ ദൈവത്തെ സ്തുതിക്കണം. എല്ലാ ദൈവമക്കളും ദൈവത്തെ നന്നായി ആരാധിക്കണം. ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതങ്ങളിലേക്ക് ദൈവിക പ്രകാശം നിറയും. നിന്റെ നിരാശ മാറും, നിന്റെ അസ്വസ്ഥ ചിന്തകൾ മാറും. മറിച്ച് ദൈവികമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ജ്ഞാനം, വിവേകം മകനെ മകളെ ജീവിതത്തിലേക്ക് നിറയും. കുടുംബത്തിലുള്ളവരിൽ നിറയും. 2 കരങ്ങൾ ഉയർത്തി ജീവിതത്തെ, കുടുംബത്തെ ദൈവത്തിന് അടിയറ വെക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവിടുത്തെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നമ്മൾ നിറയ്ക്കട്ടെ. ഹൃദയത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് കർത്താവിനെ ഏകാഗ്രതയോടും ശക്തിയോടും കൂടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി ഉയരട്ടെ. ഒരു തരത്തിലുള്ള ലജ്ജയും വിചാരിക്കാതെ നന്നായിട്ട് ആരാധിച്ച്, വേറൊന്നും ചിന്തിക്കാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും എനിക്ക് നിറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരും ശക്തിപ്പെടുത്തട്ടെ. തീക്ഷ്ണതയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ നാളുകളിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി, എൻ്റെ ജീവിതത്തിൽ ഒരു നവ്യമായ ചൈതന്യത്തോടെ പരിവേഷത്തോടെ ജീവിക്കാനായിട്ടുള്ള അഭിഷേകം എന്നിലേക്ക് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ ബലപ്പെടുത്തണമേ, പുതിയ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവേ, എന്റെ തളർച്ചയുടെ എല്ലാ അനുഭവങ്ങളിലേക്ക് ശക്തി പകരാൻ, എന്റെ ബലഹീനതകളെ മറികടക്കുന്ന അഭിഷേകമായി ഞാൻ വ്യാപരിക്കാൻ ആത്മാവേ, ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി എല്ലാ ദൈവമക്കളും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവേ,
വിവേകം തരണമേ, വിശുദ്ധി തരണമേ, ദൈവിക ജ്ഞാനം തരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ആമേൻ. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ പരിശുദ്ധാത്മാവേ, ജനമുണർന്നിടുവാൻ. വിൺമഴ നൽകണമേ പരിശുദ്ധാത്മാവേ. വിൺമഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ പരിശുദ്ധാത്മാവേ എല്ലാവരും ശക്തിപ്പെടുത്ത്. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, രോഗപീഠ ചിന്തകൾ മാറട്ടെ, ഭയാശങ്കകൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. കൈകൾ വീശി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ നിറയാനുള്ള ദാഹത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഏകജാതന് നൽകിയ പിതാവേ, ആത്മാവിനെ അയക്കുന്ന പിതാവേ, ആരാധിക്കും സഹായക പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി നയിക്കണേ. ആത്മാവേ, ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ ഹൃദയത്തിലും നിറയുന്നുണ്ട്, ഓരോ ജീവിതത്തിലേക്ക് ആവശ്യിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിവേകം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, ദൈവിക ജ്ഞാനത്തിന്റെ പ്രകാശം ഓരോരുത്തരിലേക്ക് നിറയട്ടെ. ആരാധന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. കുറച്ച് വർഷം മുമ്പ് വിവാഹത്തിന് തടസ്സം നേരിടുകയാണ്. നാളുകളായിട്ടും ഒരു കല്യാണം നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് മാതാപിതാക്കൾ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോവാ, അവൾക്ക് ഭയങ്കര ജോലി തിരക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് വരാനായിട്ട് എളുപ്പമല്ല എന്നാണ് അവൾ പറയുന്നതെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്തായാലും അവളെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ. അങ്ങനെ ഈ മാതാപിതാക്കൾ നിർബന്ധിച്ച് ഒരു ദിവസം ഈ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവളോടുള്ള സംസാരം ആരംഭിച്ചത് എനിക്ക് മനസ്സിലായി, ഒരു ദൈവികമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്ന ഒരു മോളല്ല, മറിച്ച് ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു കുഞ്ഞാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെ? അവൾ പറഞ്ഞു, എന്ത് ലഹരിക്ക്? ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം ഒടിക്കുന്നല്ലേ ഉള്ളൂ, അതിപ്പോൾ വലിയൊരു തെറ്റാണ് വെച്ചാ. എന്നിട്ട് അവൾ സാധാ ഈ കള്ള് ഷാപ്പിലെ കുടിയന്മാർ പറയാറുള്ള കാര്യം എന്നോട് പറഞ്ഞു. കാനായിലെ കല്യാണം വരുന്നതിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കി, പിന്നെന്താണ്?
അപ്പൊ അത് തെറ്റാണെങ്കിൽ പിന്നെ കർത്താവ് ആ പണിക്ക് നിൽക്കുകയായിരുന്നു. കർത്താവ് അത് ചെയ്തത് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. കർത്താവിനത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരല്പം ഉപയോഗിക്കുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ഈ പബ്ബിലും പിന്നെ മറ്റു പാർട്ടിയിലും ഒക്കെ കറങ്ങി നടക്കുന്നൊക്കെയോ, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യമല്ലേ? അച്ഛനൊന്നും അറിയത്തില്ലേ? അപ്പൊ ഞാൻ അവളോട് പറഞ്ഞെടി, നീ നോക്ക്, ഈ ജീസസ് യൂത്തിലൊക്കെ പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും അൽഫോൻസാമയുടെ ഒക്കെ ആ ചൈതന്യമൊക്കെ സ്വീകരിച്ച് എന്ത് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും എന്ത് തീഷ്ണതയോടെ പാവം ചെയ്യാതെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊന്നും നീ കാണുന്നില്ലേ? അവള് പറഞ്ഞേ, എന്താ അച്ഛനീ പറയുന്നത്? ഈ അൽഫോൻസാമയുടെ കൊച്ചുത്രേസ്യയുടെ ഒക്കെ കാര്യം പറഞ്ഞ ഈ കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ജീവിക്കുവോ? അതൊക്കെ ഓരോ വിശുദ്ധരെ കുറിച്ചുള്ള എന്തൊക്കെയോ കഥയല്ലേ, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, അവള് പറയുന്ന കാര്യം എന്താണ്? അവള് പറയുന്ന കാര്യം ഈ ലോകത്തിന്റെ അരൂപിയിലുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ്. അത് 100% വളരെ നല്ലതാണെന്നും, കാരണം അതിൻ്റെ അകത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഞാൻ വേറെന്തെല്ലാം കാര്യം നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും എന്നെ കുറിച്ച് പറയാനില്ലേ? ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന ചില സന്തോഷമാണ് ഇപ്പൊ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാനിങ്ങനെ കൊച്ചു ത്രേസ്യയെ കുറിച്ചോ അൽഫോൻസാമയെ കുറിച്ചോ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയെയൊക്കെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ ആ മോള് പറയുന്നത് ഇതെന്ത് വിഡ്ഢിത്തരാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ സാധാരണഗതി പറയാറുള്ളത് പോലെ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ. മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 6-ാം വചനത്തിൽ ഈശോ ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ച് മനോഹരമായിട്ട് പറയുന്ന ഒരു വചനമുണ്ട്. അതിങ്ങനാണ്: വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതറരുത്. ശ്രദ്ധിക്കണം, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതറരുത്. ഇപ്പൊ നമ്മൾ ഏറ്റവും വിശിഷ്ടമായ എന്തെങ്കിലും ഒരു ഭക്ഷണം നമുക്ക് പന്നിക്ക് കൊടുക്കാണ്, പന്നി അത് വലിയ കാര്യമായിട്ട് കാണുമോ? പന്നിയോട് പറയാണ്, കാര്യം നോമ്പ് കാലമൊക്കെയാണ്, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു ചിക്കൻ 65 വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഇത് ഒരു ഫുൾ ചിക്കൻ 65, നീ ഇത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പാടുള്ളൂ, ഇത് ബാക്കിയുള്ള വേസ്റ്റിന്റെ കൂടെ ഒന്നിട്ട് കുഴച്ച് ഇത് വൃത്തികേടാക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ പന്നി കേൾക്കുവോ? ഇല്ല. നമ്മൾ വളരെ മനോഹരമായിട്ട് പന്നിയോടുള്ള ഇഷ്ടം കൊണ്ട് കുട്ടൻ എന്നാണ് പന്നിയെ വിളിക്കുന്നത്. ഒന്നിനെ കുട്ടൻ എന്നും വേറൊന്നിനെ കുട്ടത്തി എന്നും വിളിക്കുകയാണ്. അപ്പൊ കുട്ടൻ പന്നി, കുട്ടത്തി പന്നി. എന്നിട്ട് പന്നിയോടുള്ള നമ്മുടെ അഗാധമായ സ്നേഹം കൊണ്ട് ആ പന്നിക്ക് ഒരു കൊലുസ് പണിയിച്ചു കൊടുക്കാണ്. ഒരു സ്വർണത്തിന്റെ കൊലുസ്, അല്ലെങ്കിൽ ഒരു വെള്ളിയുടെ കൊലുസായിക്കോട്ടെ, അതിങ്ങനെ പണിയിച്ചു കൊടുക്കാണ്. പന്നി അതൊക്കെ നോക്കി, എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ കൊലുസ് പണിയിച്ചു തന്നിരിക്കുകയാണ്, ഇനി കാലയില് അഴുക്കൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം, ഈ കൊലുസ് മോശമാകരുത്, ഇങ്ങനെ വല്ലതും പന്നി വിചാരിക്കുവോ? ഇല്ല. കാരണം എന്താണ്? കാരണം അത് പന്നിയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് ഈ പന്നിക്ക് എന്ത് മേടിച്ചു കൊടുത്താലും അതിനൊരു ശ്രദ്ധ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതറരുത്, അത് ചവിട്ടി നശിപ്പിക്കും. തീർന്നില്ല, തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കേ, ശരിക്കും പന്നിയുടെ ഒരു സ്വഭാവം ഇതല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ പന്നിയെ അതിനോടുള്ള സ്നേഹം കൊണ്ട് നല്ല പിയേഴ്സ് ഒക്കെ ഇട്ട് കുളിപ്പിച്ച് നല്ല ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി പന്നിക്ക് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരനായി സുന്ദരിക്കുട്ടിയായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പന്നിയോട് പറയും, എടാ പന്നിക്കുട്ട, നീ നോക്കിക്കേ എന്ത് സുന്ദരനാ, നോക്കിയേ കുട്ടത്തെ നോക്കിയേ എന്ത് സുന്ദരിയാണ് നീ, അതുകൊണ്ട് വേറൊന്നും ചെളിയൊന്നും പറ്റിച്ചേക്കല്ലേ. ഇങ്ങനെയൊക്കെ അതിന് കുറെ നേരം ഉപദേശം കൊടുത്തിട്ട് പോയാൽ വല്ല കാര്യം ഉണ്ടാവുമോ? ഇല്ല. പിയേഴ്സിന്റെ കാര്യമോ ലിപ്സ്റ്റിക്കിന്റെ കാര്യമോ ഒന്നും പന്നിക്ക് ബാധകമല്ല. അത് ഉടനെ തന്നെ ആ ചെളിക്കുണ്ടിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന വേസ്റ്റിൽ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് ആ ശരീരം മുഴുവൻ അഴുക്കാക്കും. അതിനാണ് നമ്മൾ സാധാരണ ചില ആളുകളെ കുറിച്ച് പറയുന്നത് പന്നിയുടെ സ്വഭാവ അല്ലേ. അപ്പൊ വിശുദ്ധമായ ഒന്ന് പന്നിക്ക് കൊടുത്തിട്ടോ പന്നിയുടെ മുമ്പിൽ മുത്തിട്ട് കൊടുത്തിട്ടോ പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ
ഒരുപാട് തരത്തിലുള്ള അവിവേകപരമായ തീരുമാനങ്ങൾ എടുത്ത് ഇതുപോലെ മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളെ കാണാറുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഈ പന്നിയുടെ കാര്യം പറഞ്ഞതുപോലെ തികച്ചും അവിവേകപരമായ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവരായ വ്യക്തികളുണ്ട്. പത്രോസ്ലീഹ 2-ാം ലേഖനത്തില് 2-ാം അധ്യായം 22-ാമത്തെ വചനത്തില് ഈ കാര്യത്തെയൊക്കെ മനോഹരമായി പ്രതിപാദിച്ചു വന്ന് ഒറ്റ വാക്കിൽ ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്: നായി ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്നുള്ള പഴമൊഴി അവരെ കുറിച്ച് അനർത്ഥമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നോക്കിക്കേ, നായി ഛർദിച്ച് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി അപ്പോൾ തന്നെ ചെളിക്കുണ്ടിലും വേസ്റ്റിലും വീണ്ടും ഉരുളുന്നു. ഈ നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയാണോ എന്ന് ആത്മശോധന ചെയ്യണം. ഒരു വ്യക്തി ധ്യാനം കൂടി, വചനം കേട്ടു, പ്രാർത്ഥിച്ചു, പാപകരമായ ജീവിതത്തിന്റെ അവസ്ഥകൾ ഉപേക്ഷിക്കുന്നു. ആ കുമ്പസാരം കഴിഞ്ഞ് കുളിച്ചു നിൽക്കുന്ന സമയം മാത്രമേ ഉള്ളൂ, അടുത്ത സമയത്ത് വീണ്ടും പാപത്തിലേക്ക് വീഴുന്നു. ഇതിനെക്കുറിച്ചാണ് പത്രോസ്ലീഹ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു പഴമൊഴി പ്രതിപാദിച്ചുകൊണ്ട് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പാപാവസ്ഥകളെ ആസ്വദിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ അറിയണം, നമ്മളും ഈ നായ്ക്ക് തുല്യമായ, നമ്മളും ഈ പന്നിക്ക് തുല്യമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയാണ് മനുഷ്യ ജീവിതത്തിൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു വ്യക്തി ഉപവാസം എടുത്തുകൊണ്ടോ, ഒരു വ്യക്തി നോമ്പെടുത്തുകൊണ്ടോ ഇനി ഒരിക്കലും പ്രലോഭനത്തിന്റെ ഒരു സ്വാധീനവും ആ വ്യക്തിയിൽ ഉണ്ടാകില്ലെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ ഒരു പടി കൂടെ ആ വ്യക്തി ഉയർന്നത് കണ്ട് പിശാച് കുറെ കൂടെ ശക്തമായ ഒരു പ്രലോഭനം കൊണ്ട് ആ വ്യക്തിയെ പാപത്തിലേക്ക് വഴിച്ചടയ്ക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പ് കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സഭ നൽകിയിരിക്കുക ഒരു വിവേകപൂർവമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ക്രൈസ്തവ ജീവിതങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു മോളോട് പറഞ്ഞു, മോളെ, നീ അക്രൈസ്തവ ബന്ധത്തിൽ ജീവിച്ച നിനക്കിനി കുമ്പസാരിക്കാൻ പറ്റുമോ? നിനക്കിനി കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മോളെ, നീ നരകത്തിലേക്ക് പോകത്തില്ലേ? അവൾ പറഞ്ഞു, എന്ത് നരകം? ഇതൊക്കെ വലിയ സത്യമായ കാര്യമാണോ? ഈ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വലിയ വിശുദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് എത്രയോ പേരെ അറിയാം, വെറും വൃത്തികെട്ട ജീവിതം നയിച്ച് പള്ളിപ്പോക്കും ഉണ്ട്, കുർബാനയുണ്ട്, അതൊരു വശമാണ്. പക്ഷേ അവർ കണ്ടെത്തുന്നതായ ചില ന്യായീകരണങ്ങൾ അതാണ്. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക, എപ്പിക്കൂറിയൻ ചാർവക സിദ്ധാന്തങ്ങളൊക്കെ പോലെ തന്നെ തിന്നു കുടിച്ച് മതിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുക. ഇതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും നോക്കി നിൽക്കാനായിട്ടില്ല എന്നിങ്ങനെയുള്ള അവിവേക ചിന്തയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരുപാട് യുവാക്കളും അവരുടെ പിൻതലമുറകളും വരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുക. യഥാർത്ഥ ദൈവിക ജ്ഞാനമില്ലാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവിക ഭക്തി പരിശീലിപ്പിക്കാതെ പോയതിന്റെ ബാക്കി പത്രമായിട്ട് ദൈവിക ജ്ഞാനം ഇല്ലാതെ, വിവേകമില്ലാതെ ലോകാരൂപിയിലും ലോകത്തിന്റെ വ്യാമോഹങ്ങളിലും ജഡമോഹങ്ങളുടെ ബന്ധനത്തിലും ഇന്ന് പൂണ്ട് കിടക്കുന്ന ഒരുപാട് യുവാക്കളും കുട്ടികളും ഉണ്ട്. ലോകത്തിന്റെ സുഖങ്ങളെ, ലോകത്തിന്റെ സന്തോഷങ്ങളെ എത്രമാത്രം ആശ്രയിക്കാവോ അത്രയും അതിനെ ആശ്രയിച്ചുകൊണ്ട്, അതിൽ അഭിരമിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ചൊരു ജീവിതം നയിക്കുക എന്ന വിഡ്ഢിത്ത ചിന്താഗതികളിൽ, അവിവേക ചിന്താഗതികളിൽ പൂണ്ടുകിടക്കുന്നവരായ വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോമ്പറ്റ് കാലഘട്ടങ്ങളിൽ ആ മക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. വിവേകത്തിന്റെ ഒരു ആത്മാവ്, ദൈവിക ജ്ഞാനത്തിന്റെ ഒരു ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ആത്മാവേ, ദൈവിക ജ്ഞാനം, ആത്മസംയമനത്തിന്റെ ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് തരണമേ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ തലത്തിൽ മാത്രമല്ല കേട്ടോ, മറിച്ച് അവിവേകത്തിന്റെ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അതിനെ മറികടക്കുന്ന പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിറയാതെ വന്നാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അനേകരുടെ ജീവിതത്തിലേക്ക് അന്ധകാരം പകരുന്നതായിട്ട് മാറും. അത് വൈദികരായാലും സന്യസ്തരായാലും മാതാപിതാക്കളായാലും അങ്ങനെ തന്നെയാ. വിവേകമില്ലാത്ത, ദൈവിക ജ്ഞാനം ഇല്ലാത്ത, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരു സമർപ്പിതനോ ഒരു സമർപ്പിതയോ ആയിക്കോട്ടെ, അവരുടെ ജീവിതങ്ങളിലൂടെ യഥാർത്ഥത്തിൽ പകർന്നു കൊടുക്കുന്ന എന്താണ്? തികച്ചും മാനുഷികവും ബുദ്ധിപരവുമായ ചില കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഒരു നന്മയുടെ മാതൃകയാണോ? ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണോ അത്? ഒരിക്കലുമല്ല. ദൈവിക ജ്ഞാനം ഇല്ലാത്ത, ദൈവിക വിവേകമില്ലാത്ത ഒരപ്പനും അമ്മയും മക്കളെ വളർത്തിയാലുള്ള സ്ഥിതി എന്താണ്? ആ മക്കൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
അവരുടെ ജീവിതത്തിലേക്ക് ഒന്നും സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഈ പന്നിക്ക് കണക്ക്, ഈ നായ്ക്ക് കണക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എവിടെ പ്രശ്നം കിടക്കുന്നത്? അടിസ്ഥാനത്തിൽ കിടക്കുന്ന പ്രശ്ന. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന യുവതി-യുവാക്കളെ, കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിലുള്ള ദൈവിക ജ്ഞാനത്തിന്റെ നിറവ് വേണം എന്നൊത്തിരി ആഗ്രഹിക്കണം കേട്ടോ. ഈ നോമ്പുകാലം ഇതിനൊക്കെ വേണ്ടിയിട്ട് സഭ നൽകിയിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ദൈവവചനത്തിന്റെ ചൈതന്യം വേണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വേണം. അതില്ലാതെ വന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം ഒരു അന്ധകാരാവൃതമായ അവസ്ഥയില്ല. അവിടെ പാവബോധം ഉണ്ടായില്ല, അവിടെ പശ്ചാത്താപം ഉണ്ടായില്ല, അവിടെ കൃപയുടെ ഒരു ജീവിതം ഇല്ല. ഈ ലോകത്തിന്റെ അരൂപയുടെ സ്വാധീനത്തിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അവിടെ ദൈവിക തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകും, ആത്മീയമായ മരവിപ്പ്, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ഇത് ഈ നാളുകളിൽ ഒത്തിരി മക്കളെ ഗ്രസിക്കുന്ന തിന്മയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പോലും പലർക്കും പല രീതിയിലായിരിക്കാം അത് ഗ്രഹിക്കാൻ പറ്റുന്നത്. എന്താ കാര്യം? പറയുന്നവരുടെ പ്രശ്നമല്ല, പിന്നെന്താണ്? അത് ഉൾക്കൊള്ളാൻ മാത്രം ഹൃദയത്തിന്റെ തുറവിയുടെ കുറവും കൂടുതലും അനുസരിച്ച. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥ ദൈവിക ജ്ഞാനം, വിവേകം നമ്മുടെ ഉള്ളിൽ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമുക്ക് അസ്വസ്ഥത തോന്നും. എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? ദൈവിക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത ഒരു സമൂഹത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ അത്ഭുത ജനനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കം മുതൽ അറിയാവുന്ന യഹൂദരോട് സംസാരിക്കണം. എന്നിട്ട് അവര് ഈ വിജാതിയരോട് സംസാരിക്കാൻ മാത്രം പരുവപ്പെടണം. എന്നിട്ട് വേണം വിജാതിയരിലേക്ക് യേശുക്രിസ്തുവിന്റെ സദ്വാർത്ത അറിയിക്കാൻ. ഓക്കെ, എത്ര ദൈവിക ജ്ഞാനത്തോടെയാണ് ഈശോ മിശിഹ സംസാരിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കേണ്ടതായ ഒരു ദൈവിക വെളിച്ചമുണ്ട്. അത് ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ ആത്മാവാണ്. അതിനെ സ്വീകരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്കും ഈ കാലയളവുകളിൽ നന്മയോട് ചേർന്ന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. സങ്കടത്തോടെ ഈ നാളുകളിൽ ഒരു വൈദികനോട് പറയാ, അച്ഛാ, സഭയിലെ നേതൃത്വം ആവശ്യമായ ചില സമയത്ത് ഉണർന്ന് സംസാരിക്കുന്നില്ല, അനാവശ്യമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇടപെടുകയും ചെയ്യും. സഭയുടെ ഉള്ളിൽ നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ വിവേകത്തോടെ പകർന്നു കൊടുക്കാനായിട്ട് ഈ കാലയളവുകളിൽ സഭാ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന് സാധിക്കാതെ പോകുന്ന സങ്കടകരമായ കാര്യമാണ്. അത് സാധ്യതമാകുമ്പോഴാണ് വരും കാലഘട്ടങ്ങളിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും കരുത്തും ധീരതയുമുള്ള പടയാളികൾ രൂപപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് രൂപപ്പെടാൻ വേണ്ടിയിട്ട് തീക്ഷ്ണതയോടെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വിവേകത്തോടും ദൈവിക ജ്ഞാനത്തോടും കൂടെ വർത്തിക്കാനായിട്ടുള്ള വലിയ ചൈതന്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് നിറയും, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും. ഈ കോവിഡ് അനന്തര കാലഘട്ടങ്ങളിൽ കൂടുതൽ ദൈവിക പ്രകാശത്തോടെ ജീവിച്ച് യേശുക്രിസ്തുവിന് യഥാർത്ഥ സാക്ഷികളാകുന്ന ഒരു ചൈതന്യത്തിലേക്ക് വളരാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വലിയ ദൈവിക ശക്തിയാൽ ഒരു കൂട്ടായ്മയുടെ ബലം നമ്മളിൽ എല്ലാവരിലും ഉളവാകട്ടെ. ദൈവത്തിന് വലിയ ചൈതന്യവും ദൈവത്തിന് വലിയ അനുഗ്രഹവും കൃപയും സമൃദ്ധിയോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കട്ടെ. ആമേൻ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് ഏറെ സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളെ ആകർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ലോകത്തിൽ പരിശുദ്ധിയോടെ ഞങ്ങൾ ജീവിച്ച് ഈ ലോക ജീവിതത്തിനപ്പുറം സ്വർഗത്തിൽ അങ്ങയുടെ പരമപരിശുദ്ധിയോടെ ചേർന്നിരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകണമെന്നാണല്ലോ ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 10:10 വചനത്തിൽ അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധവും അവിശുദ്ധവും, ശുദ്ധവും അശുദ്ധവും തമ്മിൽ നിങ്ങൾ വേർതിരിച്ചറിയണം. കർത്താവേ, പലപ്പോഴും ഈ ലോകത്തിൻ്റെ വശ്യതകളെയും വ്യാമോഹങ്ങളെയും വിശുദ്ധമായവയുടെ ചൈതന്യത്തെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഹതഭാഗ്യരാണ് ഞങ്ങൾ. ഓ കർത്താവേ,
അങ്ങ് നൽകുന്ന ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ പ്രകാശമുണ്ടെങ്കിൽ, ജ്ഞാനം ലഭിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ പാപപുണ്യത്തെ തിരിച്ചറിയാൻ പര്യാപ്തമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ്. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ പ്രഭയാൽ പാപപുണ്യങ്ങളെ തിരിച്ചറിയാൻ ദൈവിക ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങളെ യാതനാരൂപത്തിൽ പിടിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. പരിശുദ്ധാത്മാവേ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. ദാഹത്തോടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് പാപവും പുണ്യവും വേർതിരിച്ചേ ജ്ഞാനം നിറയട്ടെ. ഓരോ മനസ്സുകളിലും ജ്ഞാനം നിറയട്ടെ. എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവിക ജ്ഞാനം നിറയട്ടെ. ഈ കാലഘട്ടത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് ലഭിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ദൈവിക വെളിച്ചമുള്ള വ്യക്തികളായിട്ട് മാറട്ടെ. ദൈവിക ചൈതന്യത്താൽ ഉള്ളു നിറഞ്ഞ വ്യക്തികളായിട്ട് മാറട്ടെ. ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവിക ജ്ഞാനം, ദൈവിക ശക്തി പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. ഈശോ വാഗ്ദാനം ചെയ്ത പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ഈ ലോകത്തിന്റെ വശ്യതകളെ, വ്യാമോഹങ്ങളെ അതിലംഘിക്കുന്ന ഒരു ദൈവിക പ്രകാശം നിന്റെ ഉള്ളിൽ നിറയും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവിക പ്രകാശം നിറയും. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് നിറയും. ആത്മാവ് നിറയുന്ന ജീവിതങ്ങൾ രക്ഷയുടെ ജീവിതങ്ങളായിട്ട് മാറും. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ ജീവിതങ്ങളായിട്ട് മാറും. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസത്തോടെ കരമുയർത്തി അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങളാൽ ഇവരെ ഓരോരുത്തരെയും ആശീർവദിച്ച് സകല ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവേ, ലോകത്തിന്റെ വശ്യതകൾക്ക് അടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളായി മാറാതെ പ്രകാശത്തിന്റെ മക്കൾ യഥാർത്ഥ ദൈവിക ചൈതന്യത്തോടെ ജീവിക്കാനായിട്ടുള്ള അഭിഷേകം നിറയട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോക പ്രലോഭനങ്ങളെ അതിലംഘിക്കാനായിട്ടുള്ള ആത്മശക്തി നിറയട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ശിരസ്സ് നമിച്ച്